ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും ഇൻകോയ്സും സംയുക്തമായി പഞ്ചായത്തിലെ 10ാം വാർഡിൽ സുനാമി മോക്ക് ഡ്രിൽ ഒരുക്കി. ഒരു ദുരന്തമുണ്ടായാൽ ഏത് തരത്തിൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താമെന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു മോക്ക് ഡ്രിൽ. സുനാമി മുന്നറിയിപ്പ് നൽകി വാഹനത്തിൽ അനൗൺസ്മെന്റ് മുഴങ്ങുന്നു. കടലോരവാസികൾ വലിയ ജാഗ്രതയിൽ സുരക്ഷിതമായ വീടുകളിലേക്കും പ്രധാന റോഡിലേക്കുമായി ഓടിക്കയറുന്നു. വലിയപറമ്പ് 12-ൽ ബീച്ച് റോഡിലും പരിസരത്തുമായി നാട്ടുകാരെ ഉത്കണ്ഠപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഉണ്ടായത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും ഇൻകോയ്സും സംയുക്തമായി പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഒരുക്കിയ സുനാമി മോക്ക് ഡ്രിൽ ആയിരുന്നു അരങ്ങേറിയതെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാനായിരുന്നില്ല. കടപ്പുറത്തു നിന്നും നിരവധി ആംബുലൻസിൽ ആളുകളെ കയറ്റി പഠനക്കടപ്പുറം ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന രക്ഷാപ്രവർത്തനമാണ് നേരത്തെ തയ്യാറാക്കിയ രീതിയിൽ നടന്നത്. അനൗൺസ്മെന്റ് വന്നതോടെ ആളുകളെ കൂട്ടത്തോടെ കടലോരത്തു നിന്നും വീടുകളിൽ നിന്നുമായി ഒഴിപ്പിച്ചു. 100-ലധികം ആളുകളെ ഒഴിപ്പിച്ച് ബീച്ചാരക്കടവ് മദ്രസയിൽ ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു. ചന്ദേര പോലീസ്, അഗ്നിരക്ഷാസേന, തൃക്കരിപ്പൂർ തീരദേശ പോലീസ്, റവന്യൂ, മോട്ടോർ വെഹിക്കിൾ വിഭാഗം, ഫിഷറീസ്, ആരോഗ്യവകുപ്പ്, അഗ്നിരക്ഷാ റെസ്ക്യൂ ടീം, പഞ്ചായത്ത് ദുരന്ത നിവാരണ സേന അംഗങ്ങൾ എന്നിവർ ആളുകളെ ഒഴിപ്പിക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. 1000-ഓളം ആളുകൾ മോക്ക് ഡ്രിൽ വീക്ഷിക്കുന്നതിനായി വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. സബ് കളക്ടർ പ്രദീപ് ജെയിൻ, ADM P അഖിൽ, ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, SIമാർ തുടങ്ങി നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ, ജില്ലാ ഫയർ ഓഫീസർ B രാജ്, കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ പവിത്രൻ തുടങ്ങിയ ഉദ്യോഗസ്ഥർ ക്യാമ്പ് സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. സിവിൽ ഡിഫൻസ് ആപദാമിത്രം കോർഡിനേറ്റർമാരായ K വിനീഷ് കുമാർ, K ഗോപി ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലുള്ളവരും, പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ, വൈസ് പ്രസിഡന്റ് P ശ്യാമള, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, വലിയപറമ്പ് വില്ലേജ് അധികൃതർ, ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ ഉൾപ്പെടെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. ഒരു ദുരന്തമുണ്ടായാൽ ഏതുതരത്തിൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താം എന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു മോക്ക് ഡ്രിൽ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സ്ട്രെച്ചർ എടുക്ക്.